വളരെ തിരക്കുള്ള ഒരു വെള്ളിയാഴ്ച ഈവനിംഗ് ആയിരുന്നു അന്ന്. കോടതിയിലെത്താൻ നന്നേ പാടുപെട്ടു. അതെ, അന്നാണ് എൻ്റെ ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ ഒപ്പിട്ടത്. പരസ്പരം കലഹിച്ച് നീണ്ടുനിന്ന് 14 വർഷത്തെ ബൃഹത്തായ ദാമ്പത്യം എന്നിവിടെ അവസാനിക്കുന്നു. ആ വലിയ നഗരത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഞാൻ തീരുമാനിച്ചു. 17-ാം വയസ്സിൽ പഠനാർത്ഥം നാടുപേക്ഷിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ബന്ധങ്ങളോ കൂട്ടുകാരോ ഒന്നുമില്ലാത്തൊരിടം, അതാണ് എനിക്കെൻ്റെ നാട്. കയറി ചെല്ലാൻ മറ്റൊരിടമില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ബാഗുമായി ഞാൻ വേറെ എങ്ങോട്ട് പോകാൻ? എവിടെ തുടങ്ങണമെന്ന് അറിയില്ല. ഡിപ്രഷൻ്റേതായിരുന്നു ആദ്യ നാളുകൾ. രാപകലുകളോളം എൻ്റെ കട്ടിലിൽ കിടന്ന് ഞാൻ കരഞ്ഞു. എന്ത് ചെയ്യുമെന്നറിയില്ല. പതിയെ പതിയെ എൻ്റെ ഡിപ്രഷൻ ഫ്രസ്ട്രേഷനിലേക്ക് വഴിമാറി. വളരെ ഹാർഡ് വർക്കറായിരുന്ന എനിക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങൾ തള്ളി നീക്കാൻ പറ്റുന്നതേയില്ല. ആരോ പറഞ്ഞു ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെയുള്ള ഒരു ദിവസത്തിലാണ് ഒരു പഴയ ബാഗ് എൻ്റെ കൺമുമ്പിലേക്ക് വന്ന് പെട്ടത്. അതെൻ്റെ ഒരു സ്കൂൾ ബാഗായിരുന്നു. അതിലൊരുപാട് ബുക്കുകളുണ്ടായിരുന്നു. അതിൽ എൻ്റെ ഒരു പഴയ ഓട്ടോഗ്രാഫ് എൻ്റെ കണ്ണിൽപ്പെട്ടു. ആ ഓട്ടോഗ്രാഫ് സുഖമുള്ള ഒരുപാട് മെമ്മറീസിലേക്ക് എന്നെ കൊണ്ടുപോയി. 2003 ഒരു സ്കൂളും അവിടെ നീലയും വെള്ളയും ഉടുപ്പണിഞ്ഞ ഒരു പെൺകുട്ടിയും, ആ പെൺകുട്ടി എല്ലാവരുടെയും ഗുഡ് ഗേൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നതായി ഞാൻ ഓർക്കുന്നു. എനിവേ, ഒരു സുഖമുള്ള ഓർമ്മ. ആ ഓട്ടോഗ്രാഫിലേക്ക് തിരിച്ചു വന്നാൽ അവിടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഹാൻഡ് റൈറ്റിംഗ് ഞാൻ കണ്ടു. അതിലൂടെ അവരെ ഓരോരുത്തരെയും കണ്ടു. അവരുടെ നിഷ്കളങ്കത, അവരുടെ സ്നേഹം എല്ലാം. അതിലെ അവസാന താളുകളിലൊന്നിൽ ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു ഭാഷയിൽ അയാൾ എഴുതിയിട്ടിരിക്കുന്നു: എന്ന് നിൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ. ഒരു 15 വയസ്സുകാരി ആ വാക്കുകളൊക്കെ കേട്ട് പ്രണയത്താൽ പൂത്തുലഞ്ഞു നിൽക്കുന്നതും ഞാൻ കണ്ടു. അതെ, അവൾ അഭിമാനപൂർവ്വം അതെടുത്ത് വായിച്ചു. അവളുടെ ഹൃദയത്തിന് ഒരു ഉടമയുണ്ടായിരിക്കുന്നു. അന്നൊക്കെ എനിക്ക് സിനിമാ പാട്ടുകളേക്കാൾ ഇഷ്ടം കവിതകൾ വായിക്കാനായിരുന്നു. ലൈബ്രറിയിൽ ഇഷ്ടാനുസരണം ബുക്കുകൾ എടുക്കാനുള്ള അവകാശമുണ്ട്. കവിതകളുടെയും പഴയ ബുക്കുകളുടെയും മണം കൊണ്ട് എൻ്റെ മുറി ആകെ എപ്പോഴും ഒരു റസ്റ്റിക് സ്മെല്ലായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. അന്നൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത സുഗതകുമാരിയുടെ രാത്രിമഴ എന്ന് പറയുന്ന കവിതയായിരുന്നു. നല്ല മഴയുള്ള ദിവസങ്ങളിൽ ആ കവിത പാടി ഡാൻസൊക്കെ കളിക്കുന്നതിന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ കവിത ഇന്നെൻ്റെ ജീവിതത്തിൽ സത്യമായിരിക്കുന്നു. രാത്രിമഴ പണ്ടെൻ്റെ സൗഭാഗ്യരാത്രികളിൽ എന്നെ ചിരിപ്പിച്ച് കുളിർ കോരിയണീച്ച വെണ്ണിലാവേക്കാൾ സുഖം തന്നുറക്കിയോരന്നത്തെയിൻ പ്രേമസാക്ഷി.